ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് കടല കൊണ്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ അടിപൊളി സ്വാദിലുള്ള കടലക്കറിയാണ്. ഇത് ചോറിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളതും അതുപോലെ പുട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. അപ്പോൾ രണ്ട് രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കടലയാണ് കേട്ടോ. 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് ആണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് കടല വെന്തതിന് ശേഷം ഇതിൽ വെള്ളം ഉണ്ട് കുറച്ച്. അത്രയും വെള്ളം ഉണ്ടാവണം കേട്ടോ നമ്മൾ വേവിച്ചതിന് ശേഷം. ഇതുപോലെ ഒരു കടല എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കടലയിൽ ഉപ്പ് പിടിച്ച് കിട്ടിക്കോളും. നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഉപ്പ് പിടിച്ച് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി സംശയം ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കടലയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി വെച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 10-12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വലിയ സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒരു മീഡിയം സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർക്കാം. സവാള കുറച്ച് അധികം വേണം കേട്ടോ ഈ കറിയിൽ. അപ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരണം സവാള. അതുവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതാകുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള എരിവാണ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പുട്ടിന് വേണ്ടിയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കടല പുട്ടിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ചോറിന് വേണ്ടിയിട്ടുള്ള കടലയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഇത് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വറ്റി വരും. ഇതുപോലെ ഒരു കുഴഞ്ഞ പരുവത്തിൽ, മെഴുക്ക് പുരട്ടിയുടെ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ അത് ചോറിന് അടിപൊളിയാണ് കേട്ടോ. ചോറിന് വേണ്ടിയിട്ടാണെങ്കിൽ ഗരം മസാല ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഗ്രേവി ഉള്ളത് കുറച്ച് എടുത്തിട്ട് അതിൽ ഗരം മസാല മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാവരും ഈ രീതിയിലൊന്ന് കടലക്കറി തയ്യാറാക്കി നോക്കണേ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്